ഏഴാമത്തെ ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ ദഹനേന്ദ്രിയമാണ്. ദഹനേന്ദ്രിയം പ്രധാനമായിട്ടും ഏത് ഇന്ദ്രിയങ്ങളെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്? നമ്മുടെ ത്വക്ക്, നാക്ക്, മൂക്ക് എന്ന് പറയുന്ന 3 ഇന്ദ്രിയങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ദഹനേന്ദ്രിയം വർക്ക് ചെയ്യുന്നത്. പ്രാണേന്ദ്രിയമായിരിക്കുന്ന ശ്വസനേന്ദ്രിയമാണ് എല്ലാത്തിൻ്റെയും സെൻട്രലിൽ നിൽക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ത്വക്ക്, നാക്ക്, മൂക്ക്, ചെവി, കണ്ണ്, മൂക്ക്. ദഹനേന്ദ്രിയത്തിലേക്ക് വരുമ്പോഴും എന്താണ്? അതിൻ്റെയും മീഡിയേറ്ററായിട്ട് നിൽക്കുന്നത്, സെൻട്രലിൽ നിൽക്കുന്നത് മൂക്കാണ്. ഉയർന്നു നിൽക്കുന്നത് മൂക്കാണ്. നമുക്ക് പുറത്ത് സ്കിന്നുള്ള പോലെ തന്നെ അകത്തേക്കും സ്കിന്നുണ്ട്. അപ്പോൾ ഇതിനെ രണ്ടിനെയും പ്രതിനിധീകരിക്കുന്നതാണ് ചുണ്ട്. നമ്മുടെ ഇന്ദ്രിയ ഗ്രാമമായിരിക്കുന്ന ഫേസിലേക്ക് വരുമ്പോൾ ത്വക്കിനെ പ്രതിനിധീകരിക്കുന്നത് ചുണ്ടാണ്. ത്വക്കിന്ദ്രിയവും രസനേന്ദ്രിയവും ശ്വസനേന്ദ്രിയവും ചേർന്ന് പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്ന ഇന്ദ്രിയമാണ് എന്ത്? അത് ദഹനേന്ദ്രിയമാണ്. ഏറ്റവും ക്രിയേറ്റീവ് ഹെഡായിട്ട് ഉയർന്നു നിൽക്കുന്നത് എന്താണ്? ജ്ഞാനേന്ദ്രിയമാണ്, ബ്രെയിനാണ്. അതിന് താഴെയാണ് ഈ ദഹനേന്ദ്രിയം വരുന്നത്. 6ാമത്തെ ഇന്ദ്രിയമായിരിക്കുന്ന ജ്ഞാനേന്ദ്രിയവും 7ാമത്തെ ഇന്ദ്രിയമായിരിക്കുന്ന ദഹനേന്ദ്രിയവും ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് എന്ത്? ജനനേന്ദ്രിയം.